വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹത ആരോപിച്ച് കലാഭവൻ സോബി ജോർജ് കേസിൽ നിന്നും പിന്മാറിയാൽ തനിക്ക് 25 കോടി മുതൽ 30 കോടി വരെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് സോബി ജോർജ് ആരോപിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ അപകടം നടക്കും മുമ്പ് അദ്ദേഹത്തിന്റെ മർദ്ദനം ഏറ്റിരുന്നുവെന്നും അത് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും സോബി പറയുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സോബി ഇക്കാര്യം പറഞ്ഞത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പലതും മറച്ചുവെക്കുന്നുവെന്നും സോബി ആരോപിച്ചു. ബാലഭാസ്കറിന്റെ ഫോൺ കൊണ്ടുപോയ സുഹൃത്തിനെക്കുറിച്ചും ആശുപത്രിയിൽ ഒപ്പിട്ട സുഹൃത്തിനെക്കുറിച്ചും അവർ പേരെടുത്ത് പറഞ്ഞില്ല. ഡ്രൈവർ അർജുനെപ്പോലും അവർ ബഹുമാനത്തോടെയാണ് അഭിസംബോധന ചെയ്തതെന്നും സോബി ആരോപിക്കുന്നു. എങ്ങനെയാണ് അപകടമുണ്ടായ സ്ഥലത്ത് എത്തിപ്പെട്ടതെന്നും കലാഭവൻ സോബി പറയുന്നു. തിരുനെൽവേലിയിലെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് താൻ ഇതിന് ദൃക്സാക്ഷിയായതെന്നും സോബി പറയുന്നു. അപകടം നടക്കുന്നതിന് 4 കിലോമീറ്റർ പിന്നിലായാണ് താൻ ഉണ്ടായിരുന്നുവെന്നും വണ്ടി ഇടിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നും സോബി പറഞ്ഞു. തിരുവനന്തപുരം മംഗലാപുരത്ത് ഒരു പമ്പിൽ വാഹനം നിർത്തിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഒരു ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ടത്. സ്കോർപിയോയിൽ ഇരുന്ന ആളുകൾ മദ്യക്കുപ്പി പുറത്തേക്ക് എറിയുന്നതാണ് കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇന്നോവ വന്നു. ഡ്രൈവർ സൈഡിൽ നിന്നും ഒരാൾ വന്നിറങ്ങി. ഇന്നോവയുടെ നടുവിലെ ഡോർ തുറന്ന് ഒരാളെ പുറത്തെടുത്തു. അയാളെ 2-3 പേർ കയ്യിൽ കമിഴ്ത്തിക്കിടത്തി അപ്പുറവും ഇപ്പുറവും നിന്നും കൈമുട്ടുകൊണ്ട് ഇടിക്കുകയായിരുന്നു. ഇതാണ് അന്ന് കണ്ടത്. ഓരോ ഇടിക്കും അയാൾ കൈ പൊക്കുന്നത് കാണാമായിരുന്നു. അബോധാവസ്ഥയിൽ ഉള്ളയാളാണെന്ന് വ്യക്തമാണ്. ബാലുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 28 ഒടിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 8 ഒടിവുകൾ അപകടത്തിൽ ഉണ്ടായതല്ലെന്നാണ് പറയുന്നത്. കൊല്ലം ഭാഗത്ത് നിന്ന് വന്ന ഒരു ഇന്നോവയിൽ വെള്ളയും ഇട്ട ആൾ വന്നിറങ്ങി. 3-4 മിനിറ്റ് ഇവരോട് സംസാരിച്ച ശേഷം അയാൾ പോയി. പെട്ടെന്ന് സ്കോർപിയോയിൽ നിന്നും വന്നിറങ്ങിയ ബർമൂഡക്കാരൻ ലിവർ എടുത്ത് ഇന്നോവയുടെ ചില്ല് തകർത്തു. ഇതിനെക്കുറിച്ച് ഞാൻ CBI-ക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാലുവിൻ്റെ വയലിൻ വന്നിടിച്ചതാണെന്ന്. ഒരാൾ തന്നോട് പറഞ്ഞ വെളിപ്പെടുത്തലിനെക്കുറിച്ചും സോബി ജോർജ് തുറന്നു പറയുന്നു. തൃശൂർ കൊടകരയിൽ നിന്നും ഒരു ദിവസം കാറിലിരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒരാൾ അടുത്ത് വന്ന് ബാലുവിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. കൊടകര ഫ്ലൈ ഓവറിന് കീഴിൽ നിന്നും ബാലുവിൻ്റെ വണ്ടിയിൽ സ്വർണം കയറിയെന്ന് അയാൾ പറഞ്ഞു. ബാലു ബഹളം വെച്ചെന്നും അവസാനം കാറിൽ നിന്നും അവളാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞാണ് അയാൾ വെളിപ്പെടുത്തിയത്. പിന്നാലെ ലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങി ഷൗട്ട് ചെയ്തു. സോബി പറയുന്നു. ഇക്കാര്യം CBI-യോട് പങ്കുവച്ചെന്നും അഡ്രസ് ഉൾപ്പെടെ നൽകിയെന്നും സോബി പറയുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ വ്യക്തി ഇത് പറഞ്ഞതായി ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. കൂടാതെ സ്വർണ്ണക്കടത്തിൽ കേരളത്തിലെ പ്രമുഖ ജ്വല്ലറിക്കാരന് പങ്കുണ്ടെന്നും സോബി വെളിപ്പെടുത്തി. എന്നാൽ ബാലുവിൻ്റെ മരണത്തിലോ അപകടത്തിലോ അയാൾക്ക് പങ്കില്ല. പിന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ജ്വല്ലറി ഉടമ ഇടപെട്ടുവെന്നും സോബി കൂട്ടിച്ചേർത്തു.